അമ്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? ഞങ്ങളും സേഫായിട്ട് ഇരിക്കണു. ലോക്ക്ഡൗൺ ആണല്ലോ എല്ലായിടത്തും. അപ്പോൾ ഇന്നൊരു കപ്സ ഉണ്ടാക്കാമെന്ന് കരുതി, ഒരു സൗദി കപ്സ റെസിപ്പി. അപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ നല്ല ഒരു അടിപൊളി കപ്സ റെസിപ്പിയാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് സാധാരണ എടുക്കണ: ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കാഷ്യൂ നട്ട്, കുറച്ച് ബദാം, കുറച്ച് കിസ്മിസ്, കുറച്ച് ഉണങ്ങിയ നാരങ്ങ, ഡ്രൈഡ് ലെമൺ, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ബേലീഫ്, ചിക്കൻ ഒക്കെയാണ്. ഓരോന്നും ഞാൻ എടുക്കുമ്പോൾ പറയാം. പിന്നെ കുറച്ച് കപ്സയുടെ പൊടി വേണം, കുറച്ച് നെയ്യ്, കുറച്ച് ഓയിൽ ഒക്കെയാണ് ആവശ്യമുള്ളത്, കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കപ്സയ്ക്ക് ആവശ്യമുള്ളത്. ഇതൊരു 4 കപ്പ് റൈസ് നമ്മൾ കഴുകി കുതിർത്ത് എടുത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയിലയൊക്കെ. അപ്പോൾ നമ്മളൊരു വലിയ പാത്രം വെച്ചു. അതിലോട്ട് ഒരു 2 സ്പൂൺ ഫുൾ നെയ്യാണ് ഒഴിച്ചത്. പിന്നെ ഒരു 2 സ്പൂണോളം ഓയിൽ ഒഴിച്ചു. അതിലോട്ട് കുറച്ച് നമുക്കിങ്ങനെ ഗാർണിഷ് ചെയ്യാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ കുറച്ച് ബദാം, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തു. അല്ലാതും ഒരു കൈപ്പിടി വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. അതൊന്ന് മൂപ്പിച്ച് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി അതിലോട്ട് ഒരു സവാള നമുക്കൊന്ന് ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഒന്ന് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അധികം വേണ്ട, ഒരു സവാള തന്നെ മതി അത്. അപ്പോൾ നമ്മൾ ഓയിലും എണ്ണയാണ് ഒഴിച്ചത്. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലോട്ട് ഒരു 2-3 സ്പൂണോളം ഓയിൽ ഒഴിച്ചു. അതിലോട്ട് നമ്മൾ ബദാം, കാഷ്യൂ നട്ട്, കിസ്മസ് അതൊന്ന് വറുത്ത് കോരി എടുത്തു. ഇനി അതിലോട്ട് ഒരു സവാള കനം കുറച്ചരിഞ്ഞത് നമ്മളിട്ട് കൊടുക്കുകയാണ്. അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ആയി വരുന്നുണ്ട്, നമുക്കത് എടുത്ത് മാറ്റാം. ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മേലെയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടാണ് സവാള വറുത്ത് മാറ്റിയത്. നല്ലൊരു കപ്സ റെസിപ്പിയാണ് കേട്ടോ അത്. നല്ല ഇവിടെയൊക്കെ ഹോട്ടലുകളൊക്കെ ചെയ്യുന്ന അതേ സെയിം റെസിപ്പി തന്നെയാണ്. ഇനി അതിലോട്ട് ആ സെയിം ഓയിലിലോട്ട് നമ്മൾ ബേലീഫാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 5-6 കഷ്ണം പട്ട, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു, ഒരു 5-8 ഗ്രാമ്പു, ഒരു 5-6 ഏലക്ക, അത്രയും നമ്മൾ ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്തതിന് ശേഷം അതിലോട്ട് ഒരു 2 സവാള, ഇടത്തരം സവാളയാണേ, അതും ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ആണ് എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5-8 അല്ലി, വലിയ അല്ലിയാണ് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞ് ഒന്ന് അരച്ചെടുത്തതാണേ, അതും ഇട്ടു. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു ടൊമാറ്റോ പേസ്റ്റ്, ഒരു 100 ഗ്രാമിൻ്റെ ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് കപ്സപ്പൊടി, ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, പല കമ്പനികളുടെയും കിട്ടും, ഇപ്പോൾ നാട്ടിലൊക്കെ അവൈലബിൾ ആണല്ലോ അത്. അതൊരു 2 സ്പൂണ് കപ്സയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഈ പൊടിയാണ് നമ്മൾ ശരിക്കും ബിരിയാണിയിൽ നിന്ന് ഒരു വ്യത്യസ്തമാക്കുന്നത് കപ്സേനെ ഈ പൗഡർ ചേർക്കുമ്പോൾ. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചിക്കൻ ഇതേ 4 പീസാക്കിയിട്ടാണ് നമ്മളൊരു ചിക്കനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വരകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, ശരിക്കും ഒന്ന് മസാല പിടിക്കാനായിട്ട്. അതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതിനൊരു പാത്രം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആ ഇതിൽ കിടന്നിട്ട്, ആ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരണം. എന്നതിന് ശേഷം നമ്മൾ ആ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ നമ്മൾ അരിയിട്ട് കൊടുക്കുന്നത്. അതിലോട്ട് 2-3 ഉണങ്ങിയ നാരങ്ങ, ചെറുനാരങ്ങ ഉണങ്ങി വരുന്നതാണ്, എല്ലായിടത്തും അതൊക്കെ അവൈലബിൾ ആണ്. ഒരു 4 എണ്ണമാണ് ഞാൻ കഴുകി അതിലോട്ട് ഇട്ട് കൊടുത്തത്. ഇനി അടച്ച് വെക്കാം ചിക്കൻ ഒന്ന് വേകാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ചിക്കനൊക്കെ അത് വെന്ത് കഴിഞ്ഞു. ഞാൻ അതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റുകയാണേ. ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റണം. 4 പീസാക്കിയിട്ടാണ് ചിക്കൻ ഇട്ടത്, ഒരു ചിക്കൻ. അപ്പോൾ നമുക്കതെടുത്ത് മാറ്റാം. ഇനി അതിലോട്ട് നമ്മൾ 4 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഈ കപ്സ റൈസ് എന്ന് പറഞ്ഞിട്ട് സെല്ല ബാസ്മതി റൈസാണ്. അത് ഞാനൊരു 1/2 മണിക്കൂർ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. പിന്നെ അത് സ്ട്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇപ്പോൾ ഒരു 4 കപ്പ് റൈസിന് ഒരു 8 കപ്പ് വെള്ളം വേണം. അത് അനുസരിച്ച് കുറച്ചുകൂടെ വെള്ളം ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചത്. ഇനി കുറച്ച് മല്ലിയില, പുതിനയില കൂടി ചേർക്കാം. ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പും ചേർക്കാം. അത്ര ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
നമ്മൾ സെല്ല ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബാസ്മതി നമ്മൾ സാധാരണ ബിരിയാണിക്ക് എടുക്കുന്ന റൈസല്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു റൈസാണത്. അത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ പുഴുങ്ങിയെടുത്ത ചിക്കൻ അതിലോട്ട് ഒരല്പം മസാല കൂടി തേച്ചിട്ട് നമുക്കത് ഒന്നുകൂടെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം ആ ടൊമാറ്റോ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ റൈസിൽ ചേർത്തില്ലേ അത്, ഒരല്പം വിനെഗർ, പിന്നെ കുറച്ച് റോസ് വാട്ടർ, ഒരല്പം കപ്സ പൗഡർ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരല്പം നമ്മുടെ കേരള സ്റ്റൈൽ ഒരിത്തിരി എരിവൊക്കെ വേണ്ട നമുക്ക്. അപ്പോൾ ഒരല്പം മുളക് പൊടി കൂടി നമുക്കതിലോട്ട് ചേർക്കാം, കുറച്ച് ഉപ്പും. അതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കത് ചൂടായിട്ടിരിക്കില്ല. അപ്പോൾ അതിനൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓരോ പീസിനും നമുക്കിതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം. ഇനി അതിനെ പാൻ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ശരിക്കും നമുക്ക് ആ ബോയിൽഡ് ചെയ്തത് അത്രയും അങ്ങോട്ട് ടേസ്റ്റ് നമുക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്നങ്ങോട്ട് ഈ മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചെടുക്കുമ്പോൾ തന്നെ അത് നന്നായി മുരിഞ്ഞ് കിട്ടും. കാരണം ഓൾറെഡി വെന്തതാണല്ലോ. പിന്നെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. കാരണം നല്ല ഉപ്പ് വെള്ളത്തിലൊക്കെ എല്ലാ മസാലയിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്താണല്ലോ വേവിച്ചത്. ഇനി അതൊന്ന് ഒരു പാൻ വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടുമായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മസാല എന്തൊക്കെയെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ആ കപ്സയുടെ ആ പൗഡർ, പിന്നെ ഒരല്പം റോസ് വാട്ടർ, കുറച്ച് വിനെഗർ, അത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ചാൽ മതി. അതിലോട്ട് നമുക്ക് ആ ചിക്കൻ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഈ മസാല ഒന്ന് തേച്ചിട്ട് ഓവനിൽ വെച്ചാലും മതി കേട്ടോ. ഓവനിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചാലും ഇതുപോലെ തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ റൈസ് ഇതേ ഇവിടെ റെഡിയായി കണ്ടില്ലേ. ഇനി ആ റൈസ് വെന്തതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ചിക്കൻ ഒന്നുകൂടെ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഈ റൈസിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഒരല്പം കൂടെ നമുക്ക് ആ മല്ലിയില പുതിനയിലൊക്കെ കുറച്ചുകൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരല്പം കൂടെ ആ കപ്സയുടെ പൗഡർ ഒരല്പം മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഒരു പാത്രം അതിൻ്റെ മേലേറ്റ് വെക്കുക. ഞാനിപ്പോൾ നമ്മൾ ചതച്ചെടുക്കുന്ന കല്ലൊക്കെ ഇല്ലേ, അതൊക്കെയായിരുന്നു ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആവി വരാനായിട്ടാണ്, ഒന്ന് ദമ്മ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാനത് എടുത്ത് മാറ്റി തുറന്നു. നമ്മുടെ കപ്സ, അടിപൊളി കപ്സ അവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ ആ കല്ല് വെക്കുന്ന ഭാഗമൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ നോക്കൂ, വിട്ട് കിടക്കേണ്ട നമ്മുടെ റൈസ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ചിക്കനും എടുത്ത് വെക്കാം. ഇതാണ് ഒറിജിനൽ സൗദി കപ്സ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. പലയിടത്തും പലതരത്തിലും കപ്സ കിട്ടാറുണ്ട്. പക്ഷേ ഈ റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉസ്മാനാണ് തന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന അതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. കണ്ടില്ലേ? അപ്പോൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.